Okay, welcome all of you. ഇന്നത്തെ ക്ലാസ് എല്ലാ ബ്രില്യൻസ് സ്റ്റുഡൻസിനും ബ്രില്യൻസ് അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ യൂണിറ്റ് 15 ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഫങ്ഷൻസിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ ഇനി ഡീപ്പായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫങ്ഷൻ ഇത്തിരി ലെങ്തി ചാപ്റ്ററാണ്, എങ്കിലും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം, വൈഡായിട്ട് പറഞ്ഞു പോകാം. എങ്ങനെ നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻസ് ആണ് നമ്മുടെ ചാപ്റ്റർ നെയിം. ഓക്കെ, നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിലും ചെയ്യുന്ന പോലെ ടോപ്പിക്സ് ആണ് ആദ്യം പറയുന്നത്. ഫങ്ഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കണം. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, എത്ര ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട്, അവ ഏതൊക്കെയാണെന്ന് പറയണം. നെക്സ്റ്റ് ഇൻലൈൻ ഫങ്ഷൻസ് ആൻഡ് ഫങ്ഷൻസ് വിത്ത് ഡിഫാൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, മെയിൻ ടോപ്പിക്സ് ഇത്രയേ ഉള്ളൂ. അതിന് സബ് ടോപ്പിക്സ് ധാരാളം വരുന്നുണ്ട്, നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഫങ്ഷനാണ്. ഫങ്ഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. വെരി സിമ്പിളാണ് ഫങ്ഷൻ ഡെഫിനിഷൻ. എ ഫങ്ഷൻ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ്, ഒരു കോഡുകളുടെ ബ്ലോക്കാണ്. ഓക്കെ, അതൊരു നെയിം ഉണ്ടായിരിക്കും. ഓക്കെ, വിത്ത് എ നെയിം ദാറ്റ് ക്യാൻ പെർഫോം സം ടാസ്ക് ഓർ ആക്ടിവിറ്റി. അതായത് എന്തെങ്കിലും ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ടാസ്കോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എ ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാം കോഡ് ഹാവിങ് എ നെയിം, ഒരു നെയിം ഉണ്ടായിരിക്കും. അതിനെ പറയുന്നതാണ് എന്താണ് ഫങ്ഷൻ. അപ്പോൾ വെരി സിമ്പിളായി പറയുകയാണെന്നുവെച്ചാൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് കോഡുകളായിരിക്കും. ആ കോഡുകളെ കൊണ്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടതായിരിക്കും. ഓക്കെ, ആ ഫങ്ഷൻ യൂസ് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം, ഒരു നെയിം വേണം. ഓക്കെ, അപ്പോൾ നെയിം നൽകപ്പെട്ട എ ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാം കോഡ് ദാറ്റ് ഇസ് കോൾഡ് എന്താണ്, ഫങ്ഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നതാണ്, ഒരു ഫങ്ഷൻ നമുക്ക് ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് എ ഫങ്ഷൻ ഈസ് ക്രിയേറ്റഡ്, ഒരു തവണ നമുക്ക് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് വെനെവർ വി നീഡഡ് ഇൻ അവർ പ്രോഗ്രാം. എവിടേക്കാണോ നമുക്ക് ആ ഫങ്ഷൻ ആവശ്യമുള്ളത് ആ ടൈമിലൊക്കെ വീണ്ടും 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 നമുക്ക് എന്ത് ചെയ്യാം, ഫങ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഫങ്ഷൻ ഒരു തവണ നമുക്ക് ബിൽഡ് ചെയ്താൽ മതി, ഉണ്ടാക്കി വെച്ചാൽ മതി. അത് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്, എന്തിൻ്റെ ഫങ്ഷൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ടോപ്പിക്. അപ്പോൾ ഫങ്ഷൻ മനസ്സിലായി കാണും, ഈസ് എ ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാം കോഡ്. ഓക്കെ, ഒരു നെയിമുള്ള ഗ്രൂപ്പ് ഓഫ് പ്രോഗ്രാം കോഡിനെ പറയുന്നതാണ് ഫങ്ഷൻ. ഫങ്ഷൻ ഒരു തവണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് എത്ര തവണ എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ടോപ്പിക്ക് എന്താണ്, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് ഫങ്ഷനെ 2 ക്ലാസിഫിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അതായത് ഫങ്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 2 ടൈപ്സ്. ഫസ്റ്റ് വൺ ഏതാണ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. സെക്കൻഡ് വൺ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. ഓക്കെ, അതിൻ്റെ നെയിമിനകത്ത് അതിൻ്റെ മീനിങ്ങും വരുന്നുണ്ട്. ഓക്കെ, അതായത് ബിൽറ്റ് ഇൻ ഫങ്ഷൻ ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ, ഇതാണ് 2 ടൈപ്പ് ഫങ്ഷൻസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്തുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷനാണ്. എന്താണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ നോക്കാം. ഓക്കെ, എന്താണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ പറഞ്ഞാൽ, നമുക്ക് ബിൽറ്റ് ഇൻ ഫങ്ഷൻ മറ്റൊരു പേര് കൊടുത്തത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ, മുൻകൂട്ടി ഉണ്ടാക്കി വയ്ക്കപ്പെട്ട ഫങ്ഷൻ, അതാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ. ഓക്കെ, അതെന്താ നോക്കാം. ആൾസോ കാൾഡ്, മറ്റൊരു പേര് അറിയപ്പെടുന്നത് ലൈബ്രറി ഫങ്ഷൻസ്. ഓക്കെ, മോസ്റ്റ് ആൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രൊവൈഡ്സ് സം റെഡിമെയ്ഡ് ഫങ്ഷൻ. ഇത്രയേ ഉള്ളൂ. എന്താ ബിൽറ്റ് ഇൻ ഫങ്ഷൻ പറഞ്ഞാൽ, റെഡിമെയ്ഡ് ഫങ്ഷൻസ്. ആരോ ഏതോ ഒരാൾ ഒരു കാലത്ത് ഒരു റെഡിമെയ്ഡ് ഫങ്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ലാംഗ്വേജ് നമുക്ക് തരുന്ന റെഡിമെയ്ഡ് ഫങ്ഷനെ പറയുന്ന എന്താണ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ഉണ്ടാക്കി വെച്ചതാണ് ഒരു തവണ, പിന്നെ നമുക്കത് എത്ര തവണ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് റെഡിമെയ്ഡ് ഫങ്ഷൻ എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഷർട്ട് വാങ്ങിക്കാൻ പോകുക കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. എന്താണ്, ഒന്ന് ബിറ്റ് പീസ് എടുത്ത് തയ്പ്പിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് റെഡിമെയ്ഡ് ഷർട്ടാണ്, ഒന്ന് നമ്മൾ പീസ് വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോഴോ അവരുണ്ടാക്കി വെച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ റെഡിമെയ്ഡ് ആയി വരുന്ന എല്ലാ ഫങ്ഷനും പറയുന്നതാണ് എന്ത്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് പറയുന്നത്. ഓക്കെ, ഇനി ബിൽറ്റ് ഇൻ ഫങ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്, ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ലൈബ്രറി ഫങ്ഷൻ നീഡ്സ് ദി കറസ്പോണ്ടിങ് ഹെഡർ ഫയൽസ്. ഓക്കെ, ഓരോ ലൈബ്രറി ഫങ്ഷൻ നമ്മൾ പറഞ്ഞു. ഇത്തരം ലൈബ്രറി ഫങ്ഷനൊക്കെ എന്താണ്, ഓരോ ഹെഡർ ഫയലാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്, അതായത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് ഫങ്ഷനാണോ, അതായത് റെഡിമെയ്ഡ് ഫങ്ഷൻ ഏത് ഫങ്ഷനോ അല്ലെങ്കിൽ ലൈബ്രറി ഫങ്ഷൻ നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് കിടക്കുന്ന എല്ലാ ഹെഡർ ഫയലും നമുക്ക് എന്ത് ചെയ്യണം, പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് ലൈൻ കൊടുക്കാറുണ്ട്, എന്താണ്, ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം.
അല്ലെങ്കിൽ ആഷ് ഇൻക്ലൂഡ് math.h. അപ്പോൾ ഏത് ഫയലാണോ യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ഫയൽ കിടക്കുന്ന ഹെഡർ ഫയൽ നമ്മൾ പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്യണം. അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന കേസാണ് ആഷ് ഇൻക്ലൂഡ് എന്ന പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ട് നമ്മൾ string.h എന്ന ഹെഡർ ഫയലിനെ ഓപ്പൺ ചെയ്യുന്നു, ഇൻക്ലൂഡ് ചെയ്യുന്നു. എങ്കിലേ സ്ട്രിങ്ങിനകത്തുള്ള ഫംഗ്ഷൻസ് വർക്ക് ചെയ്യാൻ പറ്റൂ. സെയിം ആസ് ആഷ് ഇൻക്ലൂഡ് math.h എന്ന ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്നു എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാത്ത് ഫംഗ്ഷൻസ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ ഏതാണോ യൂസ് ചെയ്യുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഹെഡർ ഫയൽ നമ്മൾ പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്തോളണം. ഏത് യൂസ് ചെയ്തിട്ട്, പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ റെഡിമെയ്ഡ് ഫംഗ്ഷന് പ്രത്യേകത ഇത്രയേ ഉള്ളൂ, എന്താണ്, ആ ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഹെഡർ ഫയൽ പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്യണം. ഓക്കെ, അതാണ് റെഡിമെയ്ഡ് ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. എന്താണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ പറഞ്ഞാൽ, ആ ക്രിയേറ്റഡ് ബൈ ദി യൂസർക്ക് യൂസറിൻ്റെ ഐ ഡിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എല്ലായ്പ്പോഴും നമുക്ക് റെഡിമെയ്ഡ് ഫംഗ്ഷൻ തികയില്ല, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഐ ഡിക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, പുതിയ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആ കേസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ്. അതാണ് ആ ക്രിയേറ്റഡ് ബൈ യൂസർ ഓർ പ്രോഗ്രാമർ ഫോർ ഡിഫറെൻറ്റ് ടാസ്ക്. നമ്മുടെ ഐ ഡിക്ക് അനുസരിച്ച് നമ്മുടെ ടാസ്കുകൾ വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഐ ഡിക്ക് അനുസരിച്ച് പുതിയ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇസ് കാൾഡ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് റെഡിമെയ്ഡ് ഫംഗ്ഷൻ. സെക്കൻഡ് വൺ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ, ദാറ്റ് ക്യാൻ ക്രിയേറ്റഡ് ബൈ ദി യൂസേഴ്സാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം, ആർഗ്യുമെൻറ്റ്സ് ആണ്. സബ് ടോപ്പിക്ക് വരുന്നതാണ് ആർഗ്യുമെൻറ്റ്സ്. എന്താണ് ആർഗ്യുമെൻറ്റ്സ് നോക്കാം. ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞാൽ, എന്താ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞാൽ, ആർഗ്യുമെൻറ്റ്സ് ആർ വാരിയബിൾ. പ്രോഗ്രാമിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ആർഗ്യുമെൻറ്റ്സ് എന്താണ്, വാരിയബിൾ ആവാം ഓർ കോൺസ്റ്റൻ്റ് ആവാം. വേരിയബിൾ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇനി പഠിക്കാനും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വാരിയബിൾ ആവാം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കാം. ദാറ്റ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡിങ് ഡാറ്റ ഓർ വാല്യൂ ഇൻ ടു ദി ഫംഗ്ഷൻ ഫ്രം ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനകത്തേക്ക് വാല്യൂ പുറമേ നിന്ന് പാസ് ചെയ്യിക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ വാല്യൂ പാസ് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ പറയുന്ന ആർഗ്യുമെൻറ്റ്സ്. അതെന്തായിരിക്കാം, വാരിയബിൾസ് ആവാം ഓർ കോൺസ്റ്റൻ്റ് ആവാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം, ഞാൻ ജസ്റ്റ് പറയാം. ആർഗ്യുമെൻറ്റ്സ് എന്താണ്, വാരിയബിൾസ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആവാം. എന്തിനു വേണ്ടി, ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ. ഓക്കെ, ചില ഫംഗ്ഷൻ ചുമ്മാ വർക്ക് ചെയ്യില്ല, നമുക്ക് എന്ത് ചെയ്യണം, ഈ ആർഗ്യുമെൻറ്റ്സ് ഈ വാല്യൂസ് പുറമേ നിന്ന് കൊടുത്താലേ ചില ഫംഗ്ഷൻസ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫംഗ്ഷന് പുറമേ നിന്ന് ഫംഗ്ഷനകത്തേക്ക് വാല്യൂസ് കൊടുക്കണം. അത്രയും വാല്യൂസ് എന്തായിരിക്കും, ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ സിമ്പിളായിട്ട് നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ആർഗ്യുമെൻറ്റ്സിന് എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കോഫി മേക്കർ, ഒരു എഞ്ചിനുണ്ട്. ഓക്കെ, ഇതൊരു എഞ്ചിനാണ്, ഒരു ഫംഗ്ഷനാണ്. ആക്ച്വലി ഈ എഞ്ചിനകത്ത് എന്ത് നടക്കുന്നുണ്ട്, കോഫി മേക്ക് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, ഈ കോഫി മേക്കർ ഓട്ടോമാറ്റിക് നടക്കില്ല. നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്തേക്ക് ഇൻഗ്രീഡിയൻസ് കൊടുക്കണം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നത്, മിൽക്ക് കൊടുക്കുന്നുണ്ട്, ഷുഗർ കൊടുക്കുന്നുണ്ട്, കോഫി പൗഡർ കൊടുക്കണം, ആൻഡ് വാട്ടർ കൊടുക്കണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വർക്ക് ചെയ്യുള്ളൂ, കോഫി മേക്കർ എന്ന എഞ്ചിൻ വർക്ക് ചെയ്യുള്ളൂ. അല്ല ചുമ്മാ എന്ത് ചെയ്യില്ല, എഞ്ചിൻ വർക്ക് ചെയ്യില്ല. ഓക്കെ, കോഫി ആണല്ലോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും കോഫി അവൈലബിൾ ആവശ്യം നമുക്ക് എന്ത് ചെയ്യണം, ഇത്രയും എലമെൻറ്റ്സ് നമുക്ക് ഈ മെഷീനെ പുറമേ നിന്ന് നമുക്ക് പുറത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഔട്ടർ സൈഡിൽ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. എങ്കിൽ എന്ത് വർക്ക് ചെയ്യുള്ളൂ, കോഫി മേക്കർ വർക്ക് ചെയ്യുള്ളൂ. അതായത് മിൽക്ക് വരണം, ഷുഗർ വരണം, കോഫി പൗഡർ വരണം, ആൻഡ് വാട്ടർ വരണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഔട്ടറിൽ നിന്ന് കൊടുക്കണം അതിനകത്തേക്ക്, ഈ ഒരു മെഷീനകത്തേക്ക്. ഈ മെഷീനകത്ത് എന്തുണ്ട്, ഒരു ഫംഗ്ഷനുണ്ട്. എന്താ ഫംഗ്ഷൻ, കോഫി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിങ്. ഓക്കെ, അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് നമ്മളൊരു കപ്പിലേക്ക് എന്ത് ചെയ്യുന്ന, എടുക്കുന്നു. അപ്പോൾ കോഫി നമുക്ക് കപ്പിനകത്ത് കിട്ടുന്നു. ഓക്കെ, ഇതാണ് ആക്ച്വലി എന്ത്, ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഈ കോഫി മേക്കർ എന്ന എഞ്ചിനിലേക്ക് കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ് മുകളിൽ പറഞ്ഞ എലമെൻറ്റ്സ്. അതുണ്ടെങ്കിൽ മാത്രമേ എന്ത് വർക്ക് ചെയ്യുള്ളൂ, കോഫി മേക്കർ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമുക്കത് പ്രോഗ്രാമിലേക്ക് ഒന്ന് പോയി നോക്കാം, എങ്ങനെയാണ് ആർഗ്യുമെൻറ്റ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ അന്ന് മറ്റൊരു രീതിയിൽ റൈറ്റ് ചെയ്തു. എന്താ എഴുതിയിരിക്കുന്നത്, കോഫി നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, കപ്പിലേക്ക് എടുക്കുന്നത് റിസൾട്ടാണ്. ഓക്കെ, കോഫിയുടെ പ്രോസസ്സ്, കോഫി മേക്കർ എന്ന എഞ്ചിൻ്റെ പ്രോസസ്സിന് ശേഷം നമുക്ക് കിട്ടുന്നുണ്ട്, കോഫി കിട്ടുന്നുണ്ട്. കോഫി നമുക്ക് എങ്ങോട്ട് എടുക്കുന്നത്, കപ്പിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കപ്പിൽ എന്തുണ്ട്, റിസൾട്ടാണ് വരുന്നത് കപ്പിലേക്ക്. ഓക്കെ, ഇനി എന്തുണ്ട്, കോഫി മേക്കർ ആക്ച്വലി എന്താണ്, അതൊരു ഫംഗ്ഷനാണ്. ഓക്കെ, ആ ഫംഗ്ഷനത്തേക്ക് നമുക്ക് കുറേ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നു. എന്തൊക്കെ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നത്, മിൽക്ക് കൊടുക്കുന്നു, ഷുഗർ കൊടുക്കുന്നു, കോഫി പൗഡർ കൊടുക്കുന്നു, ആൻഡ് വാട്ടർ കൊടുക്കുന്നു. ഇത്രയും ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വർക്ക് ചെയ്യുള്ളൂ, കോഫി മേക്കർ എന്ന ഫംഗ്ഷൻ വർക്കൗട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമുക്കെന്ന് പറയാം ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ളത്, റിസൾട്ട് എടുക്കാൻ ഒരു കപ്പുണ്ട്, ആൻഡ് ഒരു ഫംഗ്ഷനുണ്ട്, പിന്നെ ആർഗ്യുമെൻറ്റ്സും ഉണ്ട്. ഓക്കെ, അത്രയും കാര്യം. ഇനി നമുക്കത് പ്രോഗ്രാമിലേക്ക്, കറക്റ്റ് പ്രോഗ്രാമിലേക്ക് പോകാം. ഇവിടെ പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്,
സം എന്ന ഒരു വാരിയബിൾ ഈക്വൽ ടു ആഡ്. ആഡ് എന്താണ്? ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അവിടെ നമ്മൾ കപ്പ് എന്ന് പറഞ്ഞ പോലെയാണ് എന്ത്? സം. കപ്പിലേക്ക് കോഫി എടുക്കുന്നു. അതുപോലെ നമ്മൾ ഇതിനകത്ത് വരുന്ന റിസൾട്ട് എങ്ങോട്ട് എടുക്കുന്നത്? സമ്മിലേക്ക് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ നെയിം എന്താണ്? ആഡാണ്. വാല്യൂസ് പരസ്പരം ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിരിക്കുന്ന നോക്കൂ, 20, 30 ആൻഡ് 40. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുക? ഈ 20യുടെ മുകളിലും 30യുടെ മുകളിലും 40യുടെ മുകളിലും എന്ത് വർക്ക് ചെയ്യും? ആഡ് എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഓക്കെ, ആക്ച്വലി എന്ത് വർക്ക് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, വർക്ക് ചെയ്യുന്ന മറ്റൊരു ഏരിയയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫംഗ്ഷൻ്റെ ഹെഡർ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി ഇതിന് ബാക്കിൽ എന്തുണ്ട്? ഇപ്പോൾ നമ്മൾ കോഫി മേക്കറിൻ്റെ മുകൾ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ ഇൻറ്റേർണൽ നടക്കുന്ന പ്രോസസ്സ് നമ്മൾ പറയുന്നിട്ടില്ല. നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഐഡിയ പറയുന്നില്ല. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ബാക്കിൽ വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിസൾട്ടും കിട്ടുന്നുണ്ട്. അതുപോലെ ആക്ച്വലി ആഡ് എന്ന ഫംഗ്ഷൻ്റെ ബാക്കിൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സ് ഇവിടെ പറയുന്നില്ല. നമ്മൾ ആഡ് എന്ന ഫംഗ്ഷനിലേക്ക് എന്ത് കൊടുക്കുന്നു? വാല്യൂസ് കൊടുക്കുന്നു, ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നു. ആ ആർഗ്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ മുകളിൽ എന്ത് വർക്ക് ചെയ്യും? ആഡ് എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഓക്കെ, ആ ഫംഗ്ഷൻ എന്താണോ വാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് ഫംഗ്ഷൻ ഇങ്ങനെ വാക്ക് ചെയ്യുന്ന കാര്യം മാത്രം പറയാനാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആഡ് എന്ന ഈ ഫംഗ്ഷൻ എന്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്യും? 20യുടെ മുകളിലും 30യുടെ മുകളിലും 40യുടെ മുകളിലും വർക്ക് ചെയ്യുന്ന റിസൾട്ട് കിട്ടുന്നു. റിസൾട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്ന? സമ്മിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സം നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. പ്രിൻറ്റ് ചെയ്യുകയോ മറ്റെന്തോ ആവശ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ലൈബ്രറി ഫംഗ്ഷനാണ്. ഓക്കെ, അതായത് നമുക്ക് 2 ടൈപ്പ് ഫംഗ്ഷൻ പറഞ്ഞു. ലൈബ്രറി ഫംഗ്ഷൻ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഫംഗ്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. ആ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഏതൊക്കെയാണ് ഫംഗ്ഷൻസ് വരുന്നത് വെച്ച് നോക്കാം. ധാരാളം ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് എന്താണ് മെയിനായിട്ട് വരുന്നത്? മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. മാത്തമാറ്റിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ധാരാളം ഫംഗ്ഷനുണ്ട്. അതുപോലെ ക്യാരക്ടർ ഫംഗ്ഷനുണ്ട്. ക്യാരക്ടേഴ്സിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ധാരാളം ഫംഗ്ഷനുണ്ട്. ആൻഡ് സ്ട്രിങ് ഫംഗ്ഷനുണ്ട്. സ്ട്രിങ്ങിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. ആൻഡ് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് മെയിൻ ക്ലാസിഫിക്കേഷനാണ്. ഇതിനൊക്കെ സബ് എന്തുണ്ട്? കുറേ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫംഗ്ഷൻസാണ് നമുക്ക്, ഇത്രയും കാറ്റഗറിയിൽ വരുന്ന ഫംഗ്ഷൻസാണ് നമുക്ക് ഈ ഇതിനകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതാണ്? മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. എന്താണ് മാത്തമാറ്റിക്കൽ? നമുക്കറിയാം, are used for mathematical operations. Mathematical operation പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ആൻഡ് ദേ ആർ നീഡഡ് ദി ഹെഡർ ഫയൽ. ഞാൻ പറഞ്ഞു, ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നോ തീർച്ചയായിട്ടും ഹെഡർ ഫയൽ വേണം. ഇവിടെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഏത് ഹെഡർ ഫയലാണ് ആവശ്യമുള്ളത്? math.h ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തണം. അപ്പോൾ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹെഡർ ഫയൽ വേണം. ഇവിടെ നമ്മൾ മാത്ത് ഫംഗ്ഷനാണ് പഠിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം? ആ സ്പെഷ്യൽ ഹെഡർ ഫയൽ വേണം. ആ സ്പെഷ്യൽ ഹെഡർ ഫയലാണ് എന്ത്? math.h എന്ന ഹെഡർ ഫയൽ. ഓക്കെ, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്ന ഫംഗ്ഷൻസ്. ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലാണ് math.h എന്ന ഹെഡർ ഫയൽ. ഇനി അതിനകത്ത് വരുന്ന ഏതൊക്കെ ഫംഗ്ഷൻസ് നമുക്കറിയാം? ABS, FABS, SQRT, പവർ, സൈൻ, കോസ്, ടാൻ, അങ്ങനെ കുറേ ധാരാളം മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്. എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാം നമുക്ക് അത്യാവശ്യമുള്ള മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് വേണ്ട ഏതാണ്? ABS ആണ്. ഓക്കെ, എന്താണ് ABS ഫംഗ്ഷൻസ് നോക്കാം. വെരി സിമ്പിളാണ് ABS ഫംഗ്ഷൻ. എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ കാണാൻ, അല്ലേ? ഒരു നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ABS ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഈ അബ്സല്യൂട്ട് വാല്യൂ പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, ഇൻറ്റ് എക്സ് എന്ന വാരിയബിൾ നമ്മളുണ്ടാക്കി ഇൻറ്റിജറായിട്ട്. ആൻഡ് x ഈക്വൽ ടു ABS ഓഫ് -25 പറഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് -25 ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. ഓക്കെ, ഈ ഇൻറ്റിജർ വാല്യൂ ഒരു സൈനുണ്ട്, മൈനസ് സൈൻ. നമുക്ക് ഈ മൈനസ് സൈൻ വേണ്ട. എന്ത് മതി? ജസ്റ്റ് 25 മാത്രം മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ മൈനസ് സൈൻ റിമൂവ് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ. ആക്ച്വലി ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? 25 ആണ്. ഏതാണ്? 25 എന്ന അബ്സല്യൂട്ട് വാല്യൂ. അങ്ങനെ നമുക്ക് 25 മൈനസ് എന്ന സൈൻ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്താ അവൈലബിൾ? ജസ്റ്റ് 25 അവൈലബിൾ ആവണം. അതിന് നമുക്ക് യൂസ് ചെയ്യുന്നത് ABS യൂസ് ചെയ്യുന്നത്. വെരി സിമ്പിളാണ്. x ഈക്വൽ ടു ABS ഓഫ് -25 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ മൈനസ് എന്ന സൈനെ റിമൂവ് ചെയ്യും. ജസ്റ്റ് എന്ത് അവൈലബിൾ ആവുന്നുള്ളൂ? 25 മാത്രമേ അവൈലബിൾ ആവുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ. ഓക്കെ, ഇതെന്തിൻ്റെ മോളാണ് വർക്ക് ചെയ്യുന്നത്? ഇൻറ്റിജർ നമ്പറിൻ്റെ മോളാണ്. എന്നെ മോളാണ് വർക്ക് ചെയ്യുന്നത്? ഇൻറ്റിജർ നമ്പറിൻ്റെ മോള്. ഓക്കെ, അതാണ് ABS ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ABS ഫംഗ്ഷൻ റിയൽ നമ്പറിൻ്റെ മോള് വർക്ക് ചെയ്യുക, ഡെസിമൽ പോയിൻ്റുള്ള നമ്പറിൻ്റെ മോള് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷനാണ്. അതെന്താണ്? FABS ആണ്. FABS. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റിജറാണ്. ABS യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റിജർ നമ്പർ ആയിരിക്കും നമ്മൾ
ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ABS യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് റിയൽ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇവിടെ നമ്മൾ FABS എന്ന ഫംഗ്ഷനകത്തേക്ക് ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ആർഗ്യുമെൻ്റ് സ്പെസിഫിക്കേഷൻ എന്താണ് -25.65 ആണ്. ഇവിടെ എന്തുണ്ട് 0.65 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കാണണം. ഇവിടെയും അത് തന്നെയുള്ളൂ, മൈനസ് വാല്യൂവിനെ കട്ട് ചെയ്യാം. ഓക്കെ, മൈനസ് വാല്യൂസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് FABS യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ അവൈലബിൾ ആവുന്നുണ്ട്, മൈനസ് കട്ട് ചെയ്ത് ജസ്റ്റ് എന്താവുന്ന അവൈലബിൾ ആവുന്നത് 25.67 എന്ന ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ അവൈലബിൾ ആവുന്നു. ഇത്രയേ ഉള്ളൂ. ABSഉം FABS യൂസ് ചെയ്യുന്നത് ആബ്സല്യൂട്ട് വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ്, മൈനസ് വാല്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടി, മൈനസ് സൈൻ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ABS നമ്മൾ ഇൻഡിജർ നമ്പറിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നു, FABS എന്ത് യൂസ് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നു. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ SQRT ആണ്. സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യാൻ, ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് SQRT നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനൊരു ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുന്നത് ഏതാണ്, ഇൻഡ് എക്സ് എന്നൊരു വേരിയബിൾ ഉണ്ടാക്കി x = SQRT എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ആർഗ്യുമെൻ്റായിട്ട് എന്ത് യൂസ് ചെയ്യുന്നു, 64 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ 64ന് മുകളിൽ എന്ത് വർക്ക് ചെയ്യും, SQRT എന്ന റെഡിമെയ്ഡ് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അതിൻ്റെ ബാക്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് നമ്മളിവിടെ കാണുന്നില്ല, അറിയുന്നില്ല, ആരോ ചെയ്തു വെച്ചതാണ് SQRT ഫംഗ്ഷൻ. നമ്മൾ എന്താ മതി, ചുമ്മാ 64 എന്ന വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ ആക്ച്വലി SQRT എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി യൂസ് ചെയ്യണം. അപ്പോൾ സ്ക്വയർ റൂട്ട് നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. എന്താണ് Cout x പറഞ്ഞാൽ എക്സിൽ എന്തുണ്ടായിരിക്കും, 8 ഉണ്ടായിരിക്കും. 8 മീൻസ് വരുന്നതാണ് 8 × 8 ആണ് 64. ഓക്കെ, അപ്പോൾ 64ൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്ത്, 8 എന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് കാണാൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പവർ വാല്യൂ. ഓക്കെ, പവർ ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുന്നത് ടു ഫൈൻഡ് ദി പവർ വാല്യൂ ഓഫ് എ നമ്പർ. നമ്പറിൻ്റെ പവർ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പവർ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 2 ആർഗ്യുമെൻറ്റ്സ് വേണം. ഇവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ആർഗ്യുമെൻറ്റ് മാത്രമേ, 64 എന്ന ഒരു ആർഗ്യുമെൻറ്റ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമ്മൾ 2 ആർഗ്യുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് പവർ വാല്യൂ കാണുമ്പോൾ. ഓക്കെ, വെരി സിമ്പിളാണ്. x = പവർ ഓഫ് 5,2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് 2 ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എക്സ്പോണൻറ്റ് വാല്യൂ ആണ്, അതായത് 5 സ്ക്വയർ ആണ്. ഓക്കെ, 5 സ്ക്വയർ മീൻസ് 5 × 5 ആണ്. ഓക്കെ, ദെൻ = 25. അപ്പോൾ 5,2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 സ്ക്വയർ ആണ് വരുന്നത്. ഇനി 5,3 കൊടുക്കുകയാണെങ്കിലോ 5⁻³ ആണ്. 5,4 കൊടുക്കുകയാണെങ്കിലോ 5⁻4 ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പോണൻറ്റ് വാല്യൂ ആണ് സെക്കൻഡ് കൊടുക്കുന്നത്, ഫസ്റ്റ് വരുന്നത് അതിൻ്റെ നമ്പർ വാല്യൂ വരുന്നത്. ഓക്കെ, റിസൾട്ട് എന്താ കിട്ടുന്നത്, 25 എന്ന വാല്യൂ കിട്ടുന്നത്. വെരി സിമ്പിളാണ്. 5,2 പറഞ്ഞാൽ 5 സ്ക്വയർ ആണ്. 5 സ്ക്വയർ മീൻസ് 5 × 5 ആണ്, 25. അപ്പോൾ എക്സിൽ എന്തുണ്ടായിരിക്കും, 25 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് മുകളിൽ ആര് വർക്ക് ചെയ്യും, പവർ വർക്ക് ചെയ്യുന്ന റിസൾട്ട് അവൈലബിൾ ആവുന്ന റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് വരുന്നത്. ഇനി ഇത് വരുന്നത് ക്യാരക്ടർ ഫംഗ്ഷനാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ക്യാരക്ടർ ഫംഗ്ഷൻ എന്താണ്, സ്പെഷ്യൽ ഒരു ഹെഡർ ഫയൽ വേണം. ആ ഹെഡർ ഫയലാണ് ctype.h. അപ്പോൾ ക്യാരക്ടർ ഫംഗ്ഷൻ നമ്മൾ എവിടെ പ്രോഗ്രാം എവിടെ യൂസ് ചെയ്യുകയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ ഇൻക്ലൂഡ് ചെയ്തോളണം എന്ത്, ctype.h എന്ന ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തോളണം. ഓക്കെ, ഇനി നോക്കൂ, ആർ പെർഫോംഡ് ഓൺ ക്യാരക്ടേഴ്സിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന ആൻഡ് ദേ ആർ നീഡഡ് ദി ഹെഡർ ഫയൽ ctype.h. അത് പറഞ്ഞത് ctype.h ഹെഡർ ഫയൽ അത്യാവശ്യമാണ്, നിർബന്ധമാണ്, എങ്കിലും എന്ത് വർക്ക് ചെയ്യുള്ളൂ, ക്യാരക്ടർ ഫംഗ്ഷൻസ് വർക്ക് ചെയ്യുള്ളൂ. അതിനകത്ത് സബ് ധാരാളം ഫംഗ്ഷൻസ് ഉണ്ട്. വെരി സിമ്പിളാണ്, കുറേ എണ്ണം എന്നുള്ളൂ, അത് സിമ്പിളാണ്. നോക്കാം ഏതൊക്കെ നോക്കാം. ഓക്കെ, ഏതൊക്കെ വരുന്ന ക്യാരക്ടർ ഫംഗ്ഷൻ വരുന്നത്, ഈസ് ആൽഫയുണ്ട്, ഈസ് ഡിജിറ്റ് ഉണ്ട്, ഈസ് അൽനം ഉണ്ട്, ഈസ് ലോവർ ഉണ്ട്, ആൻഡ് ഈസ് അപ്പർ ടു ലോവർ. ഇത്രയാണ്, ധാരാളം ഉണ്ട്. ഇത്രയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. എല്ലാം ക്യാരക്ടർ ഫംഗ്ഷനാണ്. ഏതാ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേണമാണ് ഈസ് ആൽഫയാണ്. എന്താണ് ഈസ് ആൽഫ എന്ന ഫംഗ്ഷൻ, എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ യൂസേജ് എന്താ നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈസ് ആൽഫബറ്റ് ഈസ് യൂസ് ടു ചെക്ക് വെദർ ദി ക്യാരക്ടർ ഈസ് ആൽഫബറ്റ് ഓർ നോട്ട്. നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ, ഫംഗ്ഷനകത്തേക്ക് കൊടുക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാം. ആണെങ്കിൽ അത് 1 എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും, 0 എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ റിസൾട്ട് എന്താവാം, 1 ആകാം, 0 ആവാം. 1 ആവുന്ന എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും, 1 എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. അതർവൈസ് ഇറ്റ് വിൽ റിട്ടേൺ 0 റിട്ടേൺ ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഈസ് ആൽഫ യൂസ് ചെയ്യുന്ന ക്യാരക്ടർ, കൊടുക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈ എക്സാമ്പിൾ നോക്കാം. എന്താണ് എക്സാമ്പിൾ പറയുന്നത്, ഇൻറ്റ് എക്സ് ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇൻറ്റ് എന്ന് യൂസ് ചെയ്യാൻ കാരണം റിസൾട്ട് വാല്യൂ എന്താണ്, 1 ആവാം, 0 ആവാം. അപ്പോൾ 1 0 ഏത് കാറ്റഗറി വരുന്നതാണ്, ഇൻറ്റിജർ കാറ്റഗറി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എക്സിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം, ഇൻറ്റിജർ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞു എക്സ് = ഈസ് ആൽഫ ഓഫ് എ എന്ന് കൊടുത്തു.
സിംഗിൾ ക്യാരക്ടറാണ്, തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, സിംഗിൾ കോഴ്സിനകത്ത് പ്രൊവൈഡ് ചെയ്തോളണം. ഓക്കെ, അപ്പോൾ ഈ കൊടുക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. യെസ് ആണ്, ആൽഫബറ്റ് ആണോ, അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ. ഇനി അതല്ല നമ്മൾ കൊടുക്കുന്നത്, ഒരു നമ്പറാണ് കൊടുക്കുന്നത് വെച്ചോളൂ. എന്താണ്, ഈസ് ആൽഫ 3 ഒരിക്കലും എന്തല്ല, ഒരു ആൽഫബറ്റ് അല്ല, ന്യൂമറിക് വാല്യൂ ആണ്. അപ്പോൾ തീർച്ചയായും റിട്ടേൺ ചെയ്യുന്നതായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൊടുക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അല്ലയോ, ആണെങ്കിൽ 1 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതാണ് ഈസ് ആൽഫ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെയിം ആസ് നമ്മൾ ആൽഫാബറ്റിനെ ചെക്ക് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റിനെയും ചെക്ക് ചെയ്യാം. കൊടുക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ, വെരി സിമ്പിൾ, മറ്റേ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഈസ് യൂസ് ടു ചെക്ക് വെദർ ദി ക്യാരക്ടർ ഈസ് ഡിജിറ്റ് ഓർ നോട്ട്. ഡിജിറ്റ് ആണോ അല്ലയോ, ഡിജിറ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. സെയിം. ഓക്കെ, അവിടെ നമ്മൾ ക്യാരക്ടർ ചെക്ക് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ഡിജിറ്റ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. നേരത്തെ പറഞ്ഞ പോലെ ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു, എന്താണ്, ഈസ് ഡിജിറ്റ് 3 ഡിജിറ്റ് ആണ് എന്ന് പറഞ്ഞു. ആണല്ലോ, ആണെങ്കിൽ എന്തായിരിക്കും, അത് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൊടുക്കുന്നത് 3 എന്ന ഡിജിറ്റ് തന്നെയാണ്. ഇനി ഇങ്ങോട്ട് നോക്കൂ, ഈസ് ഡിജിറ്റ് ഓഫ് എ എന്തല്ല, ഡിജിറ്റ് അല്ല, ആൽഫബറ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും റിട്ടേൺ ചെയ്യുന്നതായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ കൊടുക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസാണ് ഈസ് ഡിജിറ്റ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഈസ് ഡിജിറ്റ് ഒരു ആർഗ്യുമെൻറ്റേ ഉള്ളൂ, 3. ഓക്കെ, സിംഗിൾ ക്യാരക്ടർ, റിസൾട്ട് 1. നെക്സ്റ്റ് ഈസ് അൽനം. ഓക്കെ, അൽനം എന്ന് ഉദ്ദേശിക്കുന്നത് ആൽഫ ന്യൂമറിക് വാല്യൂ ആണ്. അൽനം ഉദ്ദേശിക്കുന്നത് ആൽഫ ന്യൂമറിക് വാല്യൂ. അതിനകത്ത് എന്തായിരിക്കും, ആൽഫാബറ്റ് ഉണ്ടായിരിക്കും ആൻഡ് ന്യൂമറിക് വാല്യൂ ഉണ്ടായിരിക്കും. A to Z വരെ ആൽഫാബറ്റ്സ് ആയിരിക്കും ആൻഡ് 0 to 9 ഇതായിരിക്കും ന്യൂമറിക് വാല്യൂ. അപ്പോൾ ഈ കാറ്റഗറിക്കകത്താണോ വരുന്നത് എന്ന് നോക്കാൻ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചെക്ക് ചെയ്യും, ആൽഫബറ്റ് ആണോ നോക്കും ചെയ്യും, നമ്പർ ആണോ നോക്കും, ആൽഫ ന്യൂമറിക് വാല്യൂസ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്, എക്സ് ഈക്വൽ ടു ഈസ് ആൽഫ ഓഫ് 3. എങ്ങനെ റീഡ് ചെയ്യാം, എക്സ് ഈക്വൽ ടു ഈസ് ആൽഫ ഓഫ് 3 എന്ന് കൊടുത്ത റിസൾട്ട് എന്താ, 1 ആണ്. കാരണം 3 എന്നത് ഇതിനകത്ത് വരുന്നതാണ്, ഈ ന്യൂമറിക് വാല്യൂക്ക് ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആൽഫ ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ ഇതിനകത്ത് വരുന്നതാണ്, ആൽഫബറ്റിനകത്ത് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്തായിരിക്കും, റിസൾട്ടാണ് 1 ആണ് റിസൾട്ട് കിട്ടുന്നത്. ആൻഡ് നമുക്ക് ആൽഫബറ്റിന് അല്ലാത്തൊരു സിമ്പിൾ കൊടുത്തു, ഒരു ക്യാരക്ടർ സിമ്പിൾ കൊടുത്തു. ഇതാണ് ഈസ് ആൽഫ ഓഫ് ആഷ് എന്ന സിമ്പിൾ കൊടുത്തു. ആഷ് എന്ന സിമ്പിൾ അതിനകത്ത് വരില്ല, A to Z വരെ കാറ്റഗറിക്ക് വരില്ല, 0 to 9 എന്ന ഇതിനകത്തും വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്താ റിട്ടേൺ ചെയ്യുന്നത്, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തേ ഉള്ളൂ, ആൽഫ ന്യൂമറിക്, ആൽഫാബറ്റ് ആണോ ന്യൂമറിക് ആണോ ഒന്നിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് അല്ലാത്ത ഒന്ന് വന്ന് കൊടുത്താൽ എന്തായിരിക്കും, അത് 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈസ് ആൽഫ എന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലോവർ. എന്താ ഈസ് ലോവർ പറഞ്ഞാൽ, കൊടുക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണോ അല്ലയോ, ആണെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, ഈസ് യൂസ് ടു ചെക്ക് വെദർ ദി ക്യാരക്ടർ ഈസ് ലോവർ കേസ് ഓർ നോട്ട്. കൊടുക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈസ് ലോവർ നമ്മൾ യൂസ് ചെയ്യുന്ന. സിമ്പിൾ എക്സാമ്പിൾ ഉണ്ട്, എക്സ് ഈക്വൽ ടു ഈസ് ലോവർ ഓഫ് എ. എന്താണ്, ആക്ച്വലി ലോവർ കേസ് ആണ്. അപ്പോൾ തീർച്ചയായും ലോവർ കേസ് ആണെങ്കിൽ എന്തായിരിക്കും, 1 എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, നോക്കൂ, അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഈസ് ലോവർ ഓഫ് എ ക്യാപിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റായി, എററായി കഴിഞ്ഞു, ഐ മീൻ ഫാൾസായി. ഫാൾസായപ്പോൾ എന്താ വന്നത്, 0 വന്നു കഴിഞ്ഞു. അപ്പോൾ ആൽഫാബറ്റ് ക്യാപിറ്റൽ കൊടുത്തു, അത് ലോവർ കേസ് അല്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവിടെ കൊടുത്തത് സ്മാൾ ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായി, 1 ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കൊടുക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, സെയിം ആസ് എന്തുണ്ട്, ഈസ് അപ്പർ ഉണ്ടായിരിക്കും. ഈസ് ലോവറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. കൊടുക്കുന്ന ക്യാരക്ടർ അപ്പർ കേസ് ആണോ അല്ലയോ, ആണെങ്കിൽ അപ്പർ കേസ് ആണെങ്കിൽ, ക്യാപിറ്റൽ ആണെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, 0 ആയിരിക്കും. സെയിം എക്സാമ്പിൾ, അവിടെ നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്തു, ഈസ് ലോവറിന് പകരം ഈസ് അപ്പർ യൂസ് ചെയ്തു. ഈസ് അപ്പർ ഓഫ് എ എന്താണ്, ക്യാപിറ്റൽ ആണ്, അത് അപ്പർ കേസ് ആണെന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ വരുന്നത്, 1 എന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഇനി അല്ല, നമ്മൾ സ്മാൾ ലെറ്ററാണ് കൊടുത്തത്, ഈസ് അപ്പർ എ എന്നത്, സ്മാൾ ലെറ്റർ എ എന്നത് അപ്പർ കേസ് ആണെന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും തെറ്റല്ലേ, തെറ്റാകുമ്പോൾ എന്തായിരിക്കും വരുന്നത്, 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈസ് അപ്പർ എന്ന ഫങ്ഷൻ. നെക്സ്റ്റ് എന്താണ്, ടു അപ്പർ കേസ്. അതൊന്നുമില്ല, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പർ കേസിലേക്ക് മാറ്റുന്നു. അതായത് ലോവർ കേസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യണം, അപ്പർ കേസിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യൂസ് ടു ചേഞ്ച് ദി ലോവർ കേസ് ഇൻ ടു അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ് ഈക്വൽ ടു 2 അപ്പർ ഓഫ് എ എന്ന ഈ സ്മാൾ ലെറ്ററിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്റർ എയിലേക്ക്, അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ എക്സിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം, ക്യാരക്ടർ ആയിരിക്കണം. കാരണം എ എന്നാണ് റിട്ടേൺ ചെയ്യുന്നത്.
മറ്റൊക്കെ നമ്മൾ ന്യൂമറിക് വാല്യൂ 0 അല്ലെങ്കിൽ 1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ റിട്ടേൺ ചെയ്യുന്നത്? ക്യാരക്ടർ വാല്യൂ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം? ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കണം. എനിവേ എക്സ് ഈക്വൽ ടു 2 അപ്പർ സ്മാൾ ലെറ്റർ എ കൊടുത്തു കഴിഞ്ഞാൽ ഈ എനെ പിടിച്ച് എന്ത് ചെയ്യും? അപ്പർ കേസിലേക്ക് ആക്കും. എന്നിട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? എക്സിലേക്ക് സ്റ്റോർ ചെയ്യും. തീർച്ചയായിട്ടും എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 അപ്പർ കേസ് ആയി കഴിഞ്ഞു. നെയിൻ സെയിം ഇതാണ് 2 ലോവർ. 2 അപ്പർ കേസ് പറഞ്ഞ പോലെ എന്തുണ്ട്? 2 ലോവർ ഉണ്ട്. അപ്പർ കേസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങോട്ടാക്കുക? ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൈ ഈക്വൽ ടു 2 ലോവർ. ഏതിനെ പിടിച്ചാക്കുന്നത്? എ എന്ന ക്യാപിറ്റൽ ലെറ്ററിനെ പിടിച്ച് സ്മാൾ ലെറ്ററിലേക്ക് ആക്കുന്നു. ഓക്കെ, എന്നിട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു? വൈയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ വൈയിൽ എന്തായിരിക്കും? സ്മാൾ ലെറ്റർ എ ആയിരിക്കും. അതാണ് 2 ലോവർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ.